എല്ലാവർക്കും എഡ്യൂസാറ്റ് ലേണിംഗിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോഷ്യലിൻ്റെ ഒന്നാമത്തെ അധ്യായമായ ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിലെ ഓണപ്പരീക്ഷയുടെ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കോളാസ്റ്റിസിസം ആൻഡ് ഹ്യൂമനിസത്തിനെ കുറിച്ചിട്ടാണ്. സ്കോളാസ്റ്റിസിസം അല്ലെങ്കിൽ അതുപോലെ തന്നെ കൂടെ ഹ്യൂമനിസം, ഇവ രണ്ടും എന്താണെന്നാണ്. അപ്പോൾ ശരിക്കും നമ്മൾ മധ്യകാലഘട്ടത്തിൽ പ്രധാനമായും സ്വാധീനിച്ചിരുന്ന ഒരു ആശയമാണ് അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രമാണ് സ്കോളാസ്റ്റിസിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ശരിക്കും എന്താണ്, ക്രിസ്ത്യൻ മതചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് സ്കോളാസ്റ്റിസിസം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു തത്വശാസ്ത്രം ശരിക്കും വിജ്ഞാനത്തെയും നോളജിനെയും അല്ലെങ്കിൽ അന്വേഷണങ്ങളെയും ഗവേഷണങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഡിഫക്റ്റ് എന്ന് പറയാൻ മാത്രം എന്താണ്, ഇത് ഇങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിനും പരലോകത്തിനും ഊന്നൽ നൽകിയിട്ടാണ് അവരുടെ ഈ ഒരു തത്വശാസ്ത്രം അല്ലെങ്കിൽ ചിന്താഗതി എന്ന് പറയാം. ഇനി നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. അപ്പോൾ സ്കോളാസ്റ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോളാസ്റ്റിസിസം ഈസ് എ philosophical school of thought which was deeply rooted in Christian theology. അതായത് ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ വേരൂന്നിയ ഒരു തത്വശാസ്ത്രമാണ് സ്കോളാസ്റ്റിസിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, അറിവിനെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു. സ്കോളാസ്റ്റിസിസം എൻകറേജ്ഡ് നോളജ് ആൻഡ് റിസർച്ച് അല്ലേ. അങ്ങനെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും എന്താണ്, ഇത് പ്രാധാന്യം നൽകിയിട്ടുള്ളത് ദൈവത്തിനും പരലോകത്തിനുമാണ് അല്ലേ. അപ്പം ദൈവത്തിനും പരലോകത്തിനും ഊന്നൽ നൽകിയിട്ടുള്ള ഒരു ചിന്താഗതി ആണ് അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രമാണ് എന്ത്, സ്കോളാസ്റ്റിസിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. ഇനി ഇതിൽ നിന്നൊക്കെ മാറി, അതായത് സ്കോളാസ്റ്റിസിസത്തിൽ നിന്നൊക്കെ മാറിയിട്ട് എന്താണ്, മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് മാനവികതം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിനും ജസ്റ്റ് എക്സാം പറഞ്ഞിട്ട് പോയിന്റ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമനിസം എമേർജ്ഡ് ആസ് എ ഡിപ്പാർച്ചർ ഫ്രം ക്രിസ്ത്യൻ തിയോളജി. അപ്പോൾ ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ നിന്നും വ്യതിചലനമായി ഉയർന്നു വന്നതാണ് ഹ്യൂമനിസം. അപ്പോൾ ദൈവത്തിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നും മാറി മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തയിലേക്കുള്ള മാറ്റമാണ് ശരിക്കും ഇതിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അനുഭവങ്ങൾ, ലൗകിക ജീവിതം, യുക്തിപരമായ അന്വേഷണം എന്നിവയ്ക്കൊക്കെയാണ് ഇതെന്താക്കിയിട്ടുള്ളത്, പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇറ്റ് എംഫസൈസിങ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, വേൾഡ്ലി ലൈഫ് ആൻഡ് റാഷണൽ ഇൻക്വയറി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചത് സ്കോളാസ്റ്റിസിസം എന്ന ആശയമായിരുന്നു, എന്ന തത്വചിന്തയായിരുന്നു. അത് ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം എന്തിനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്, വിജ്ഞാനത്തിനും അന്വേഷണം ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവര് എന്താണ്, പരലോകത്തിനും ദൈവത്തിനുമാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തക്കും പ്രാധാന്യം നൽകിയിട്ടാണ് ഹ്യൂമനിസം വന്നിട്ടുള്ളത്. അപ്പം മനുഷ്യനിൽ ഉള്ളിൽ കിടക്കുന്ന, നമ്മുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന എന്താണ്, അനന്യത, വികാരങ്ങൾ, ശേഷി, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്ക് മാനവികവാദികൾ ഊന്നൽ നൽകി. അപ്പോൾ ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. ഓക്കെ, അപ്പോൾ എന്താണ് സ്കോളാസ്റ്റിസിസം എന്നും എന്താണ് ഹ്യൂമനിസം എന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് അല്ലേ, അപ്പോൾ അത് ഈ ഒരു കാലഘട്ടത്ത് ശരിക്കും പ്രാചീന ഗ്രക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച താല്പര്യത്തോടുകൂടി വായിച്ചു. അങ്ങനെ പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടലിൻ്റെ ആശയങ്ങളും അറബികൾ യൂറോപ്പിലും പ്രചരിപ്പിച്ചു. അപ്പോൾ മാനവികവാദികളും പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ ആയിരുന്നെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു. അതായത് ഗ്രക്കോ റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിട്ടുണ്ടായത്. പക്ഷേ രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നവോത്ഥാന കാല മനുഷ്യനെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നവോത്ഥാന കല എന്ത് ചെയ്യുന്നു, മനുഷ്യനെ
കല മനുഷ്യനെ എന്ത് ചെയ്യുന്നു, സ്വാഭാവികത ചിത്രീകരിക്കുകയാണ് ചെയ്തത്. നവോത്ഥാന കാലം വരുമ്പോഴേക്കും മനുഷ്യനെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ നവോത്ഥാന കാലത്തെ കലാസൃഷ്ടികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മാനവികത എന്താവുന്നു പിൽക്കാലത്ത്? ചിത്രകല, അതുപോലെ തന്നെ ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങിയ വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സും ആയി മാറി. ഈ ഒരു മാറ്റങ്ങളെയാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നവോത്ഥാനം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് 2 കാലഘട്ടങ്ങൾ ഓർത്ത് വെക്കണം. അതായത് മിഡീവൽ പീരീഡും മോഡേൺ പീരീഡും. അപ്പോൾ ഈ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്ക് വരാനുണ്ടായ ഈ ഒരു പീരീഡ്, ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിയ പീരീഡ് ഉണ്ടല്ലോ, ആ ട്രാൻസിഷൻ പീരീഡാണ് റിനൈസൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മിഡീവൽ മധ്യകാലഘട്ടത്തിൽ ഫ്യൂഡലിസത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് അല്ലേ? അവിടെ എന്താണ്, യുക്തിചിന്തക്ക് എതിരായിട്ടാണ് അവരുടെ ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായത്. പക്ഷേ മിഡീവൽ പീരീഡ് കഴിഞ്ഞ് മോഡേൺ പീരീഡ് ആകുമ്പോഴേക്കും അവിടെ നവോത്ഥാനം രൂപപ്പെട്ടു. നവോത്ഥാനം എന്തിനാണ്? റാഷണലിസത്തിനാണ്, യുക്തിചിന്തക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ വന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസ് മിസ്സായവർക്ക് വേണ്ടി ജസ്റ്റ് ഒറ്റ തവണ പറഞ്ഞു പോവുകയാണ്. അതിനുള്ള പ്രധാന കാരണങ്ങൾ ട്രേഡേഴ്സ് അല്ലേ? ട്രേഡേഴ്സുകൾ ബാങ്കിങ്, ഇൻഷുറൻസ്, ബുക്ക് കീപ്പിംഗ് മേഖലയിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ബുക്ക് കീപ്പിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ? വ്യാപാരവുമായി ബന്ധപ്പെട്ടത്. പിന്നെ ക്രൂസൈഡ്സ്, കുരിശ് യുദ്ധങ്ങൾ. മൂന്നാമത്തത് പ്ലേഗ് രോഗം. അതുപോലെ തന്നെ തുർക്കി അറ്റാക്ക്ഡ് കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നവോത്ഥാനം യൂറോപ്പിലെ ഇറ്റലിയിൽ വരാനുണ്ടായ കാരണം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് 2 ചിത്രങ്ങൾ കണ്ടോ? നവോത്ഥാന കല ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ മധ്യകാലത്തെ ചിത്രവും അതുപോലെ തന്നെ നവോത്ഥാന കാലത്തെ ചിത്രവും സ്ക്രീനിൽ വിസിബിൾ ആണല്ലോ മക്കളെ. ഇത് കണ്ടോ? മധ്യകാലത്തെ ചിത്രം, ഇത് നവോത്ഥാന കാലത്തെ ചിത്രം. അപ്പം മധ്യകാലത്തെയും നവോത്ഥാന കാലത്തെയും ചിത്രങ്ങൾ ആണ് ഈ മുകളിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പം രണ്ടിൻ്റെയും പ്രമേയം ഒന്ന് തന്നെയാണ് അല്ലേ? നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരുപോലെ തന്നെ ഉണ്ട് അല്ലേ? പക്ഷേ ഇവയുടെ വ്യത്യാസം എന്തൊക്കെയാന്ന് വെച്ചാൽ മധ്യകാലത്തെ ചിത്രം മാലാഖമാർ, ഇതാണല്ലോ മധ്യകാലത്തെ ചിത്രം അല്ലേ? മാലാഖമാർ, സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകി. അത് നൽകുമ്പോൾ നവോത്ഥാനം എന്താ ചെയ്തതെന്ന് നോക്കിയേ. നവോത്ഥാന കാലഘട്ടത്തിലെ ഈ ഒരു ചിത്രം എന്താണ്? ശരീരത്തിൻ്റെ സൗന്ദര്യം, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്കാണ് അവിടെ എന്തെങ്കിലും ഊന്നൽ നൽകിയിട്ടുള്ളത് അല്ലേ? അങ്ങനെ ഈ രീതിയിൽ നവോത്ഥാന കാലഘട്ടത്തിൽ ചിത്രങ്ങൾ, ശില്പകല, വാസ്തുവിദ്യ എന്നീ മേഖലകളിൽ സവിശേഷമായ മാറ്റങ്ങൾ വന്ന് അങ്ങനെ യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളൊന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാനത്തിൻ്റെ പ്രധാന കേന്ദ്രം അല്ലേ? അപ്പോൾ നമ്മളിവിടെ മധ്യകാലത്തെ ചിത്രവും കണ്ട് നവോത്ഥാന കാലത്തെ ചിത്രവും കണ്ട് അല്ലേ? ഇനി ഈ നവോത്ഥാനത്തിൻ്റെ സ്വാധീനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചിത്രകല, പെയിൻറ്റിങ് അല്ലേ? അതുപോലെ തന്നെ ശില്പകല, സ്കൾപ്ചർ അല്ലേ? ആർക്കിടെക്ചർ, വാസ്തുവിദ്യ, ലിറ്ററേച്ചർ, സാഹിത്യം, ഹിസ്റ്റോറിയോഗ്രാഫി, ചരിത്രരചന ആൻഡ് സയൻസ്, ശാസ്ത്രങ്ങൾ അല്ലേ? ഇതിലൊക്കെ ഭയങ്കര മുന്നേറ്റം വന്നൊരു കാലഘട്ടമാണ് നവോത്ഥാന കാലഘട്ടം. ഈ ഒരു 6 പോയിന്റ് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. സോ ക്ലാസ് ചെയ്യാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.